സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ജിയോഗ്രഫിയിലെ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റിലെ 3ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2ാമത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്നുള്ള ഭാഗമാണ്, കിഴക്കൻ മലനിരകൾ. നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമുക്ക് 4-5 ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തര പർവ്വത മേഖലയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹൈലാൻഡ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ആണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഭാഗം. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഹ്യൂമൻ ലൈഫ് ഇൻ ദി ലാപ്പ് ഓഫ് ദി ഹിമാലയാസ്. ഈ ഹിമാലയത്തിന്റെ താഴ്ഭാഗത്തെ ജനങ്ങളുടെ ജീവിതത്തെ പറ്റി പറയാൻ പോവാണ്. ഹിമാലയ പർവ്വത നിരകളുടെ താഴ്ഭാഗത്തുള്ള ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമ്മളിവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. The major means of livelihood is animal rearing that depends purely on the grasslands here. അതായത് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമെന്ന് പറയുന്നത് ആനിമൽ റിയറിങ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് മൃഗപരിപാലനമാണ്. കന്നുകാലികളെ മേച്ചു ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. അതായത് ധാരാളം പുൽമേടുകളുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അനിമൽ റിയറിങ്ങിന് ചേരുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ജനങ്ങൾ കൂടുതലും അങ്ങനെയുള്ള ജോലിയിലാണ് ഏർപ്പെടുന്നത്. ഷീപ്പ് ആർ കൊമേഴ്ഷ്യലി റിയർഡ് ഇൻ കശ്മീർ ആൻഡ് ഹിമാചൽ. കശ്മീർ, അതേപോലെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. ഷീപ്പ്, ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. ദി വാലീസ് ഓഫ് സിവാലിക്സ് ഹാവ് ബീൻ ഫോംഡ് ബൈ ദി ഡിപ്പോസിഷൻ ഓഫ് അലൂമിനിയം ബ്രോട്ട് ഡൗൺ ബൈ ദി ഹിമാലയൻ റിവേഴ്സ്. ഇവിടെ പറയുന്നു ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, അതാണ് നമ്മൾ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഹിമാലയൻ റിവേഴ്സ് ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ട താഴ്വാര മേഖലയാണ് എന്തിനുള്ളത്, സിവാലിക്കിനുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ദി വാലീസ് ഓഫ് സിവാലിക്, ഈ സിവാലിക്കിന്റെ താഴ്വര എന്ന് പറയുന്നത്, വാലീസ് എന്ന് പറയുന്നത്, ഹാവ് ബീൻ ഫോംഡ് ബൈ ദി ഡിപ്പോസിഷൻ ഓഫ് അലൂവിയം ബ്രോട്ട് ഡൗൺ ബൈ ദി ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള വാലീസ് ആണ് എന്തിൻ്റെത്, സിവാലിക്കിന്റെ വാലീസ് എന്ന് പറയുന്നത്. Apart from potato, barley and saffron, fruits like apple and orange are cultivated here. എന്തൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറയാണ്. അതായത് ഉരുളക്കിഴങ്ങും, അതേപോലെ ബാർലി, കുങ്കുമപ്പൂവ്, അതേപോലെ ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, പല സംഗതികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദി ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ടീ ഇൻ ഇന്ത്യ കംസ് ഫ്രം ആസാം മൗണ്ടൻ റേഞ്ചസ്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏതാണ്, അത് ആസാം മലനിരകളാണ്. അതും ഈ ഹിമാലയത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രദേശം തന്നെയാണ്. അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. The northern mountains are described as the paradise of tourists due to its natural beauty. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് സഞ്ചാരികളുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കശ്മീർ പോലെയുള്ള ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള മേഖലകളൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളെ ഒരുപാട് ആകർഷിക്കുന്ന, വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്, അത്രയേറെ പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഉത്തര പർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി എക്സെട്ര ആർ സിറ്റുവേറ്റഡ് ഹിയർ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില ഹിൽ സ്റ്റേഷൻസ് ആണ് ഏതൊക്കെ, ഈ പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളൊക്കെ, ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഈ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്, ഹിമാലയത്തിന്റെ താഴ്വാര പ്രദേശങ്ങളിലുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്. ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അനിമൽ റിയറിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട ജോലി. അതേപോലെ ഷീപ്പ്, ചെമ്മരിയാടുകളെ അവർ വളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിലും ഹിമാചലിലൊക്കെ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തിയിട്ടുണ്ട്. അതേപോലെ സിവാലിക്കിന്റെ വാലീസ് ഫോം ചെയ്തത് എങ്ങനെയാണ്, ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് അലൂവിയം
ബൈ ദി ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സിന്റെ അലൂവിയം ഡിപ്പോസിറ്റ് കാരണമായിട്ട് അല്ലെങ്കിൽ എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് സിവാലിക്കിന്റെ വാലികൾ, താഴ്വരകൾ രൂപപ്പെട്ടത്. അതേപോലെ പൊട്ടേറ്റോ, ബാർലി, സഫ്രോൺ, ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡക്ഷൻ നടക്കുന്നത് ആസാം മലനിരകളിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പിന്നെ സഞ്ചാരപ്രിയരുടെ സ്വർഗം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമൊക്കെയാണ് ഇത്, ഈ പറയുന്ന മേഖല. ഓക്കെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസ് ആണ് ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ. ഇനി അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം നമ്മളിവിടെ നോക്കാൻ പോവാണ്. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്ന ചോദ്യമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസ്, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണ്? ഇവിടെ കാണാൻ പറ്റും, ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സഫ്രോൺ കൾട്ടിവേഷൻ ഇൻ കാശ്മീർ, മനോഹരമായ ചിത്രങ്ങൾ കാണാം. അതേപോലെ ടീ പ്ലാന്റേഷൻ ഇൻ ആസാമിലെ തേയിലത്തോട്ടം കാണാം. അതേപോലെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ദി റോൾ പ്ലേഡ് ബൈ ദീസ് മൗണ്ടൻ റേഞ്ചസ് ഇൻ മൗൾഡിംഗ് ദി ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ കാലാവസ്ഥ, അതേപോലെ ഇന്ത്യയിലെ ജനജീവിതം, ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നമ്മളിപ്പോൾ പറയുന്ന ഈ ഉത്തരപർവ്വത മേഖല എത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മളിവിടെ പറയാൻ പോവാണ്. അപ്പൊ ഇവിടെ എത്ര പോയിന്റ്സ് കാണാം? ഇവിടെ 1 2 3 4 5 5 പോയിന്റ്സ് നമുക്ക് കാണാം. അത് നമുക്ക് നോക്കാം. ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ്, നമ്മളിപ്പോൾ പറയുന്നത് എന്താ? ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ, ഉത്തരപർവ്വത മേഖലയുടെ സിഗ്നിഫിക്കൻസ് പറയാണ്. ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ് us ഫ്രം ഫോറിൻ ഇൻവേഷൻസ് ഫ്രം ദി നോർത്ത് സിൻസ് ആൻഷ്യന്റ് ടൈംസ്. അതായത് പ്രാചീന കാലം മുതൽക്ക് തന്നെ, പുരാതന കാലം മുതൽക്ക് തന്നെ വടക്കു ഭാഗത്തുനിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ഉണ്ടാവുന്ന ആക്രമണങ്ങളെ, വൈദേശിക ആക്രമണങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയൊക്കെ സംരക്ഷിച്ചു പോരുന്നതിൽ ഈ നോർത്തേൺ മൗണ്ടൻസിന് വലിയ പങ്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ വരകൾ കാണുന്ന ഭാഗമാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അപ്പൊ ഇവിടെ വലിയ പർവ്വത നിരകളായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുനിന്ന് മറ്റു ശക്തികൾക്ക് ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്രേറ്റ് വാളാണ് ശരിക്കിയത് ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തരപർവ്വത മേഖല. അപ്പോൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത്തരത്തിലുള്ള പടയോട്ടങ്ങൾ നടത്തിയിട്ടുള്ള പലർക്കും ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ഒരു തടസ്സമായി നിന്നത് ഇങ്ങനെയുള്ള ഈ ഉത്തരപർവ്വത മേഖലയാണ്. ആ പോയിന്റ് നമ്മൾ ഒന്നുകൂടി നോക്കാൻ പോവാണ്. ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ് us ഫ്രം ഫോറിൻ ഇൻവേഷൻസ് ഫ്രം ദി നോർത്ത് സിൻസ് ആൻഷ്യന്റ് ടൈംസ്. അതായത് പ്രാചീന കാലം മുതൽക്ക് തന്നെ വടക്കു ഭാഗത്തു നിന്നുള്ള വിദേശ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഒരു പരിധി വരെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് ഏത് നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. Then another point, block the monsoon winds and cause rainfall throughout North India. നമുക്ക് മൺസൂൺ വിൻഡുകളെ പറ്റി ഒന്നുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്, മറ്റൊരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിന്റെ അർത്ഥം മാത്രം നമ്മൾ നോക്കി വെക്കാം. ബ്ലോക്ക് ദി മൺസൂൺ വിൻഡ്സ് ആൻഡ് കോസ് റെയിൻഫോൾ ത്രൂ ഔട്ട് നോർത്ത് ഇന്ത്യ. അതായത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യൻ മേഖലയിലുടനീളം മഴ പെയ്യിക്കുന്നത് ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്, ഉത്തരപർവ്വത മേഖലയാണ്. ഓക്കെ, ആ ഒരു പർവ്വത നിര അവിടെ ഉള്ളത് കൊണ്ടാണ് മൺസൂൺ കാറ്റുകൾ അവിടെ അതിൽ തട്ടി നമ്മുടെ രാജ്യത്ത് തന്നെ അതിന്റെ മഴ പെയ്യാൻ കാരണമാവുന്നത്. അതല്ലായിരുന്നെങ്കിൽ ആ കാറ്റുകൾ നേരെ ഇന്ത്യ കഴിഞ്ഞ് നോർത്തിലേക്ക്, ഏഷ്യയുടെ നോർത്തേൺ ഭാഗത്തേക്ക് നീങ്ങുമായിരുന്നു. അതിന് പകരം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നതിൽ ഒരു വലിയ പങ്ക് എന്ത് വഹിക്കുന്നുണ്ട്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് വഹിക്കുന്നുണ്ട്, ഉത്തരപർവ്വത മേഖല വഹിക്കുന്നുണ്ട്. Then third point, prevent the dry cold winds blowing from the north from entering India during winter. അതായത് വിന്റർ സീസണിൽ, ശൈത്യകാലത്ത് വടക്ക് ഭാഗത്തുനിന്ന് വീശുന്ന വരണ്ട കാറ്റിനെ
ഓക്കെ, ഡ്രൈ കോൾഡ് വിൻഡ്, വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ അവിടെ തടഞ്ഞു നിർത്തുന്നതും ആരാണ്? നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഓക്കെ, നമ്മുടെ വടക്കു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീശുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നത് ഈ പറയുന്ന ഹിമാലയ പർവ്വത നിരകളാണ്, അഥവാ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്. അതേപോലെ വടക്കു ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് നേരെ വീശുന്ന ഡ്രൈ കോൾഡ് വിൻഡ്, വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടന്നു വരാതെ തടഞ്ഞു നിർത്തുന്നതും ആരാണ്? ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, കോസ്ഡ് ദി എമർജൻസ് ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫൗന എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഫ്ലോറ ആൻഡ് ഫൗന എന്ന് പറയുമ്പോൾ സസ്യ ജന്തുജാലങ്ങൾ എന്ന് പറയും നമ്മൾ. അതായത് പലതരത്തിലുള്ള വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളൊക്കെ രൂപപ്പെട്ടു വരാൻ അല്ലെങ്കിൽ വളർന്നു വരാൻ, ഉടലെടുത്തു വരാൻ കാരണമായിട്ടുണ്ട് എന്ത്? ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അതായത് ഒരുപാട് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളായിട്ടുള്ള ഒരുപാട് സസ്യലതാദികൾ അതേപോലെ ജീവജാലങ്ങളൊക്കെ എവിടെയുണ്ട്? ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പലതരത്തിൽപ്പെട്ട വൈവിധ്യമാർന്നിട്ടുള്ള സസ്യ ജന്തുജാലങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിന് ഈ ഒരു ഭൂപ്രകൃതി കാരണമായിട്ടുണ്ട്. അതേപോലെ സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്, ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് ഇത് നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഉത്തര പർവ്വത മേഖല ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ്, സോഴ്സ് റീജിയൻ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. സോ ദീസ് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസ്. ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള, ഇവിടെ പറഞ്ഞിട്ടുള്ള എണ്ണി പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പോയിന്റും നിർബന്ധമായിട്ടും നമ്മളത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ the snow-clad peaks and glaciers in the Himalayas are rich sources of fresh water. Okay, the snow-clad peaks and glaciers in the Himalayas are rich sources of fresh water. അതായത് ഹിമാലയത്തിലെ മഞ്ഞു മൂടിയിട്ടുള്ള ആ ഒരു കൊടുമുടികളും ഒക്കെ, അതേപോലെ ഹിമാനികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഗ്ലേസിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഹിമാനികളാണ്. അപ്പൊ ഹിമാലയത്തിലെ മഞ്ഞു മൂടിയിട്ടുള്ള ആ ഒരു ഉയർന്ന ഭാഗങ്ങൾ, കൊടുമുടികളും അതേപോലെ ഗ്ലേസിയേഴ്സ് അഥവാ ഹിമാനികളും ഒക്കെ ശുദ്ധജലത്തിന്റെ വലിയ ശേഖരങ്ങളാണ്. ഓക്കെ, റിച്ച് സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. ഇതൊക്കെ എന്താണ്? ശുദ്ധജലത്തിന്റെ വലിയ സോഴ്സ് ആണ് ഈ പറയുന്ന സ്നോ ക്ലാഡ് പീക്സും അതേപോലെ തന്നെ ഗ്ലേസിയേഴ്സും ഒക്കെ, മഞ്ഞു മൂടിയ വലിയ പർവ്വത ഭാഗങ്ങളും അതേപോലെ ഹിമാനികളൊക്കെ ഫ്രഷ് വാട്ടറിന്റെ വലിയ സോഴ്സ് ആണ്, ഉറവിടങ്ങളാണ്. Numerous great rivers take birth through the confluence of streams originating from the melting snow. അതായത് ഇങ്ങനെയുള്ള ഈ മഞ്ഞുപാളികളൊക്കെ ഉരുകി രൂപം കൊള്ളുന്ന ചെറിയ ചെറിയ സ്ട്രീംസ്, നീർച്ചാലുകൾ ചേർന്ന് വലിയ ഒരുപാട് നദികൾ ഉണ്ടാവുന്നുണ്ട്. ന്യൂമറസ് ഗ്രേറ്റ് റിവേഴ്സ് ടേക്ക് ബർത്ത്, വലിയ ഒരുപാട് നദികൾ രൂപം കൊള്ളുന്നു. എങ്ങനെ? ത്രൂ ദി കൺഫ്ലുവൻസ് ഓഫ് ഓർ മെർജിങ് ഓഫ് സ്ട്രീംസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി മെൽറ്റിംഗ് സ്നോ. അതായത് ഇങ്ങനെയുള്ള മഞ്ഞുപാളികളൊക്കെ ഉരുകി രൂപം കൊള്ളുന്ന ചെറിയ ചെറിയ സ്ട്രീംസ് ഉണ്ടാവും, അഥവാ ചെറിയ നീർച്ചാലുകൾ ഉണ്ടാവും. ഈ നീർച്ചാലുകളെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുന്ന ഒരുപാട് നദികൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ദേ ആർ ഓൾസോ എൻറിച്ച്ഡ് ബൈ ദി കോപ്പിയസ് റെയിൻ അലോങ് ദി വാലീസ്. ഇങ്ങനെയുള്ള നദികളിലേക്ക് പിന്നീട് താഴ്വാര പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായി മഴയും കിട്ടുമ്പോൾ ഈ നദികൾ ഒന്നുകൂടി വിശാലമായ വലിയ നദികളായിട്ട് മാറുന്നു. ഫോളോവിങ് ആർ ദി മേജർ ഹിമാലയൻ റിവേഴ്സ്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 3 പേരുകൾ മാത്രമേ നമുക്ക് ഇവിടെ ഹിമാലയൻ റിവേഴ്സിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ഹിമാലയൻ നദികൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക, ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഏതൊക്കെയാ? ഇൻഡസ്, ഗംഗ, അതേപോലെ ബ്രഹ്മപുത്ര. ഓക്കെ, സിന്ധു നദിയാണ് നമ്മൾ റിവർ ഇൻഡസ് എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. അപ്പോൾ ഇൻഡസ്, അതേപോലെ ഗംഗ, അതേപോലെ ബ്രഹ്മപുത്ര, ഇതൊക്കെ ഈ 3 ഹിമാലയൻ റിവേഴ്സ്. ഓക്കെ, നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, നമുക്ക് മാപ്പിൽ അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അതിലിടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ. ഇതിന്റെ സ്ഥാനം നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്താനുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അതിന്റെ ഓരോ പ്രത്യേകതകൾ ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദ്യം വന്നേക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഹിമാലയൻ റിവേഴ്സ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഹിമാലയൻ റിവേഴ്സ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇവിടെ നിങ്ങൾക്ക് 2 കുട്ടികളുടെ ഒരു ഡയലോഗ് കാണാം. അതായത് ആദ്യത്തെ ആൾ എന്താ പറയുന്നത്? ഇൻ ബംഗ്ലാദേശ് വി കോൾ ബ്രഹ്മപുത്ര ആസ് ജമുന. അതായത് ബംഗ്ലാദേശില്
ബ്രഹ്മപുത്ര റിവറിനെ അവർ വിളിക്കുന്നത് ജമുന എന്ന പേരിലാണ്. ഓക്കെ, നമ്മൾ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്ന റിവർ ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്, അതേപോലെ ചൈനയിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ ബംഗ്ലാദേശിലെ ജനങ്ങൾ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് ജമുന എന്നാണ്. അതേപോലെ ഇൻ ടിബറ്റ് വി കോൾ ബ്രഹ്മപുത്ര ആസ് സാങ്പോ. ഈ കുട്ടി എന്താ പറയുന്നത്? ഈ കുട്ടി പറയുന്നു ടിബറ്റില് ഞങ്ങൾ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? സാങ്പോ എന്നാണ്. ഓക്കെ, അപ്പോൾ ടിബറ്റില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ എന്നാണ്. അപ്പൊ ജമുന, സാങ്പോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് ബ്രഹ്മപുത്ര തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു കോളത്തിനുള്ളിലുള്ള ഈ ഒരു റൗണ്ടിനുള്ളിലുള്ള കാര്യം കൂടി നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എക്സാമിന് ചോദിക്കൂല എന്നൊന്നുമില്ല, ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ബംഗ്ലാദേശിലെ ജമുന, ടിബറ്റിലെ സാങ്പോ, ഇന്ത്യയിലെ ബ്രഹ്മപുത്ര എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ പറയുന്ന 3 റിവേഴ്സിന്റെയും സ്ഥാനം മാപ്പിൽ ഒന്ന് നോക്കണം. ഓൾറെഡി നമുക്കൊരു മാപ്പ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ റിവേഴ്സ്, ഇന്ത്യയിലെ പ്രധാന റിവേഴ്സിനെ കാണിക്കുന്ന ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മാപ്പിൽ ഒരുപാട് വരകളും കുറികളൊക്കെ കാണാം, കുറേ പേരുകൾ കാണാം, കുറേ വരകൾ കാണാം, അല്ലേ? അപ്പോൾ ഒരുപാട് വരകൾ കണ്ട് നമ്മൾ കൺഫ്യൂസിങ് ആവണ്ട. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ആദ്യം ഹിമാലയൻ റിവേഴ്സ് 3 എണ്ണമാണ്: ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ആ 3 എണ്ണം നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ നോക്കാം. ഈ തന്നിട്ടുള്ളത് ഇന്ത്യയുടെ മാപ്പാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അതിലാർക്കും ഒരു തർക്കവും സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 റിവേഴ്സിനെയും നമുക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിന്റെ മുകളിൽ കൂടി നമുക്കും ഒന്ന് വരച്ചു നോക്കാം. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അത് തങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ വരയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് റിവർ ഇൻഡസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആദ്യം ആ പേരുകളൊന്ന് മാർക്ക് ചെയ്യാണ്. ഇൻഡസ് റിവർ, അതേപോലെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഗംഗ റിവർ, അതേപോലെ മറ്റൊന്ന് ബ്രഹ്മപുത്ര. ഓക്കെ, ബ്രഹ്മപുത്ര. ഓക്കെ, ബ്രഹ്മപുത്രയ്ക്ക് നമ്മൾ പറഞ്ഞു സാങ്പോ എന്ന പേരും എന്താണ്? അത് ബ്രഹ്മപുത്രയുടെ പേര് തന്നെയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ആ പേര് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 3 റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 എണ്ണമാണ് എന്ത്? ഈ 3 എണ്ണമാണ് നമ്മൾ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇപ്പോൾ ഇൻഡസ് ചോദിക്കുമ്പോൾ ഇൻഡസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ഞാൻ കുറച്ചുകൂടി ബോൾഡാക്കി വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, കശ്മീരിലൂടെ കയറി പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. ഈ സൈഡ് ഏതാ? അത് പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടുന്ന് ചൈനയിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലേക്ക് കയറി നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്ന റിവറാണ്. അങ്ങനെ പോയി എവിടേക്ക് എത്തുന്നു? അത് അറബിക്കടലിലേക്കാണ് ചേരുന്നത് കേട്ടോ, അറബിക്കടലിലേക്കാണ് ചേരുന്നത്. അപ്പൊ ഇതാണ് എന്ത്? ഇൻഡസ് റിവർ, ഇൻഡസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗംഗ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, ഗംഗോത്രി എന്ന് കാണാം. അവിടെ ഇതാ ഗംഗ റിവർ ആണ് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പോയിട്ട് ഓക്കെ, അതിങ്ങനെ പോയി എവിടേക്കാ പോകുന്നത്? അത് ബംഗ്ലാദേശിലൂടെ എവിടേക്ക് എത്തുന്നു? അത് ബേ ഓഫ് ബംഗാളിലേക്കാണ്, ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഗംഗാ റിവർ പോകുന്നത്. അപ്പൊ ഈ ഒരു വര ഇവിടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തതുപോലെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ആ വരയിൽ കാണാൻ പറ്റും. റിവറിന്റെ ഒരു പാതയിൽ നമ്മൾ കുറെ ഉയർച്ച താഴ്ചകൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രത്തോളം വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. അപ്പൊ ഇൻഡസ് നമ്മൾ വരച്ചു, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കശ്മീരിന്റെ റൈറ്റിൽ നിന്ന് തുടങ്ങി കശ്മീരിന്റെ ലെഫ്റ്റിലേക്ക്, അല്ലെ? അപ്പോൾ ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് ചൈനയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കശ്മീരിലൂടെ അഥവാ ഇന്ത്യയിലൂടെ കയറി പാകിസ്ഥാനിലൂടെ താഴോട്ട് ഇറങ്ങി എവിടെയൊക്കെ പോകുന്നത്? അത് പോയി എവിടെ എത്തുന്നു? അത് അറബിക്കടലിലേക്ക് ചേരാണ്. ഇവിടെ അറബിക്കടലാണ്. അതേപോലെ ഇവിടെ എന്താ? ബേ ഓഫ് ബംഗാൾ ആണ്, ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ട്, സാങ്പോ എന്നും ജമുന എന്നും ഒക്കെ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര റിവർ ആണ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ റൂട്ട് ഏതാണ്? നമുക്ക് നോക്കാം. ഇവിടെ കാണാം, ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, ഇതെന്തല്ല, ഇത് നമ്മുടെ ഇന്ത്യയല്ല, ഇന്ത്യയുടെ പുറത്താണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അരുണാചൽ പ്രദേശിലൂടെ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് അത് ബംഗ്ലാദേശിലൂടെ എവിടേക്ക് പോവാ? ബംഗ്ലാദേശിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് ചേരാണ്. ഓക്കെ, അപ്പൊ ആ റൂട്ടും നമ്മൾ വരച്ചു. അപ്പൊ ഒന്നുകൂടി വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഓരോ റിവേഴ്സിന്റെയും പിന്നെ നമ്മൾ വരച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ട് ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ റിവർ ഇൻഡസ്, അതേപോലെ ഗംഗ, അതേപോലെ ബ്രഹ്മപുത്ര, 3 ഹിമാലയൻ റിവേഴ്സും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതാ ഏറ്റവും ആദ്യം റിവർ ഇൻഡസ്. വളരെ ഫ്രീ ആയിട്ടൊരു വര വരച്ചാൽ മതി. നമ്മൾ വളരെ ഫ്രീ ആയിട്ടൊരു വര വരയ്ക്കുക. അതെന്തായി? ഇൻഡസ് റിവറായി. ഇനി നമ്മൾ ഗംഗ റിവർ വരയ്ക്കുമ്പോൾ ഇവിടെ ഉള്ളതുപോലെ ഒരുപാട് ഉയർച്ച താഴ്ചകളൊന്നും വേണ്ട. വളരെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. ഗംഗ റിവറായി. അതേപോലെ സാങ്പോ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്രഹ്മപുത്ര റിവർ അല്ലെ, സാങ്പോ എന്നും അറിയപ്പെടുന്ന നമ്മുടെ ബ്രഹ്മപുത്രയെ വരയ്ക്കുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? എന്താ ബ്രഹ്മപുത്ര റിവറും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇപ്പം 3 ഹിമാലയൻ റിവേഴ്സും കൃത്യമായിട്ട് അപ്പം നമ്മൾ നോക്കി. ഈ ഓരോ റിവേഴ്സിനും സബ് ഡിവിഷൻസ് ആയിട്ട് ഒരുപാട് പിന്നെ നദികൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഒരുപാട് നദികൾ അതിലേക്ക് ഈ മെയിൻ റിവറിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഈ കാര്യങ്ങൾ മാത്രം, ഈ 3 റിവേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്ഥാനം ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഹിമാലയൻ റിവേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാ? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ്, കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലത് നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഹിമാലയൻ റിവേഴ്സിൻ്റെ പിന്നെ ഒരു വിശദാംശങ്ങൾ ഇവിടെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം റിവർ ഇൻഡസ് ആണ്. ഇൻഡസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളമാണ് ഈ ഒറിജിൻ കോളം കേട്ടോ. മാനസരോവർ ലേക്ക് ഇൻ ടിബറ്റ്. മാനസരോവർ ലേക്ക് ഇൻ ടിബറ്റ്. ടിബറ്റിലെ മാനസരോവർ തടാകമാണ് എന്തിൻ്റെ? റിവർ ഇൻഡസിന്റെ ഒറിജിൻ പ്ലേസ് എന്ന് പറയുന്നത്. ടിബറ്റിലെ മാനസരോവർ തടാകമാണ്, അല്ലെങ്കിൽ മാനസ സരോവർ തടാകത്തു നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? സിന്ധു നദി, ഇൻഡസ് റിവർ, സിന്ധു നദി രൂപപ്പെടുന്നത്. അതേപോലെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് 2880 kilometer, but only 709 kilometer through India. ഇന്ത്യയിലൂടെ ആകെ 750 കിലോമീറ്റർ ഭാഗം മാത്രമേ ഒഴുകുന്നുള്ളൂ. പക്ഷേ ഈ നദിയുടെ, ഇൻഡസിന്റെ അഥവാ സിന്ധു നദിയുടെ മൊത്തം നീളം എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 2880 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് കൂടുതലും ഒഴുകുന്നത് ഏത് രാജ്യത്തു കൂടെയാണ്? നമുക്കിവിടെ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഇത് കൂടുതലും ഒഴുകുന്നത് ഇവിടുന്ന് തുടങ്ങി ഇന്ത്യയിലൂടെ കയറി പിന്നെ ഇത്രയും ഭാഗം ഇത് കൂടുതലും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട പിന്നെ ജീവരേഖ, പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഇത്, സിന്ധു നദി. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലൂടെയും ഒഴുകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിനേക്കാളും കൂടുതൽ പാകിസ്ഥാനിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് റിവർ ഇൻഡസിന്റെ തീരങ്ങളിൽ ഫോം ചെയ്തിട്ടുള്ള, എമേർജ് ചെയ്തിട്ടുള്ള സംസ്കാരമാണ്, സിവിലൈസേഷൻ ആണ്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹിമാലയൻ റിവേഴ്സിലെ ഏറ്റവും ആദ്യത്തേത് ഇൻഡസ് ആണ്. അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മാനസ സരോവർ ലേക്ക് ഇൻ ടിബറ്റ്. ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ്. അതിന്റെ ദൈർഘ്യം, നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2880 കിലോമീറ്റർ ആണ്. അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ആകെ 709 കിലോമീറ്റർ മാത്രമാണ്. ഇനി അതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്, പോഷക നദികളാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. റിവർ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ ഏതൊക്കെയാണ്? പോഷക നദികൾ എന്ന് പറയുമ്പോൾ ഈ റിവർ ഇൻഡസിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ ചെറിയ നദികൾ ഉണ്ടാവും. അങ്ങനെയുള്ള നദികളെയാണ് മേജർ റിവറിലേക്ക്, നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാ, മേജർ റിവറിലേക്ക് അല്ലെങ്കിൽ മെയിൻ റിവറിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ ചെറിയ റിവേഴ്സ് ആണ് അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് നമുക്കിവിടെ പഠിക്കാനുള്ള ഭാഗം തന്നെയാണ്. ട്രിബ്യൂട്ടറീസ് നമ്മൾ നോക്കി വെക്കണം. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ഏതൊക്കെ? ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഝലം. ഓക്കെ, ഒന്ന് ഝലം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കിട്ടും. എങ്കിലും നമുക്ക് പറഞ്ഞു പോവാം. നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് ഇത്, ഈ പോകുന്നതാണ് റിവർ ഇൻഡസ്. അപ്പൊ അതിന്റെ ട്രിബ്യൂട്ടറീസ് ഒന്ന് ഝലം, മറ്റൊന്ന് രവി, അതേപോലെ ചിനാബ്, ബിയാസ്, സത്ലജ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റിവർ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ട്രിബ്യൂട്ടറീസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഝലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ്. അപ്പൊ ഈ പേരുകൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ പറയുന്ന പേരുകളൊക്കെയാണ് ഇത് ഇൻഡസിന്റെ, റിവർ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നതെന്നാണ്. അത് നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. അത് മാപ്പൊക്കെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്ന പിന്നെ ഒരു
പിന്നെ കാര്യമാണ്, ഒരു ചോദ്യമാണ്. ഇവിടെയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പ് അല്ല ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മാപ്പ് കൂടി എടുത്ത് നമുക്ക് നോക്കി കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് ഇത്, ഈ ചോദ്യം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് അത് ഒഴുകുന്നത് എന്നുള്ളത്. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പൊ ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ എന്തല്ല, നമുക്കറിയാം അതൊരു സംസ്ഥാനമല്ല, യൂണിയൻ ടെറിട്ടറിയാണ്. ലഡാക്ക് അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന പേരിൽ 2 യൂണിയൻ ടെറിട്ടറിയായി മാറി. അപ്പൊ ഏതായാലും ആ പ്രദേശത്തു കൂടി ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് ഏത് ഒഴുകുന്നത്, റിവർ ഇൻഡസ്, സിന്ധു നദി ഒഴുകുന്നത്. പിന്നെ അവസാനത്തെ ഏരിയ അറേബ്യൻ സീ എന്നൊരു കൊടുത്തിട്ട്, അതായത് സീ വിച്ച് ഇറ്റ് ജോയിൻസ്, എത്തിച്ചേരുന്ന സമുദ്രം ഏതാന്നാണ് പറയുന്നത്. അതായത് ഇൻഡസ് റിവർ അവസാനം മെർജ് ചെയ്യുന്നത് ഏത് സമുദ്രത്തിലേക്കാണ്, അല്ലെങ്കിൽ ഏത് കടലിലേക്കാണ്? അറേബ്യൻ സീയിലേക്കാണ്. അത് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യമാണ്. വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെ പാകിസ്ഥാനിലൂടെ പോയി ഇവിടെ ഏതാണ്? അറേബ്യൻ സീ ആണ്, അറബിക്കടലാണ്. അപ്പൊ അറബിക്കടലിലേക്കാണ് ഏത് പോകുന്നത്? റിവർ ഇൻഡസ് മെർജ് ചെയ്യുന്നത്. ബാക്കി രണ്ടും എവിടേക്കാ? ഗംഗയും അതേപോലെ ബ്രഹ്മപുത്രയും ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഓക്കെ, രണ്ടും ബേ ഓഫ് ബംഗാളിലേക്കാണ്, അഥവാ ബംഗാൾ ഉൾക്കടലിലേക്കാണ്, ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇൻഡസിന്റെ കാര്യം നമ്മൾ ക്ലിയർ ആക്കി. ഇനി രണ്ടാമത്തേത് ഗംഗ. ഗംഗാ നദി, അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാ? അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഗോമുഖ് കേവ് ഇൻ ദി ഗംഗോത്രി ഗ്ലേസിയർ. ഓക്കെ, അതായത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ, ഗംഗോത്രി ഹിമാനി, ഗംഗോത്രി ഗ്ലേസിയർ എന്ന് പറയുമ്പോൾ ഗംഗോത്രി ഹിമാനി, ആ ഗംഗോത്രി ഗ്ലേസിയറിലെ ഗോമുഖ് കേവ് ആണ്, ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ റിവറിന്റെ ഉത്ഭവം. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ ആണ്, 2500 കിലോമീറ്റർ ആണ്. അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ ഒന്ന് യമുന കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് യമുന കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഗംഗാ റിവർ ഇതാണ് ഗംഗാ റിവർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ പിന്നെ ട്രിബ്യൂട്ടറീസ് നോക്കണം. ഒന്ന് യമുന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊന്ന് ഇവിടെ കാണാൻ പറ്റും, സോൺ അതിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് പേരുകൾ ഇവിടെ കാണാം. ഏതൊക്കെയാ? ഗണ്ഡക്, ഗാഗ്ര. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഈ പറയുന്ന പിന്നെ ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. സോൺ, അതേപോലെ ഘാഗ്ര, ഗണ്ഡക്. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന ഗംഗാ റിവറിലേക്ക്, അതേപോലെ ഗോമതി കാണാം, ഗോമതി, ഇതൊക്കെ ഗംഗാ റിവറിലേക്ക് ഒഴുകിയെത്തുന്ന, ഗംഗാ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ നദികളാണ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് കണ്ടെത്തുക? ട്രിബ്യൂട്ടറീസ് കണ്ടെത്തുക. അതായത് ആ മേജർ റിവറിലേക്ക് ഒഴുകിയെത്തുന്ന മറ്റ് നദികളാണ് അതിന്റെ ട്രിബ്യൂട്ടറീസ്. അപ്പോൾ സോൺ, അതേപോലെ ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, ഇതൊക്കെയാണ് ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറീസ്. യമുന. ഓക്കെ, അതേപോലെ സീ വിച്ച് ഇറ്റ് ജോയിൻസ്, ബേ ഓഫ് ബംഗാൾ. നമ്മൾ പറഞ്ഞു അറബിക്കടലിലേക്കാണ് ഇൻഡസ്, എന്നാൽ ഗംഗയും ബ്രഹ്മപുത്രയും എവിടേക്കാണ്? ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഓക്കെ, ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞു അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എങ്കിലും ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് ഗംഗാ റിവർ ഒഴുകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ഉണ്ട്, അതേപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, അങ്ങനെയുള്ള പല സ്റ്റേറ്റ്സിലൂടെയും ഏത് ഒഴുകുന്നുണ്ട്? ഗംഗാ റിവർ ഒഴുകുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഹിമാലയൻ റിവർ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു, ചെമായുങ്തൂങ് ഗ്ലേസിയോ ഇൻ ടിബറ്റ്. ടിബറ്റിലെ ചെമായുങ്തൂങ് ഹിമാനിയാണ്. ചെമായുങ്തൂങ് ഗ്ലേസിയർ ആണ് ബ്രഹ്മപുത്ര റിവറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഉത്ഭവസ്ഥാനം അതാണ്. അതേപോലെ അതിന്റെ ലെങ്ത് എത്രയാണ്? അതിന്റെ ആകെ നീളം എത്രയാണ്? ഈ റിവറിന്റെ നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. ഓക്കെ, 2900 കിലോമീറ്റർ. പക്ഷെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ആകെ 725 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് നദികളും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏതാണ്? അത് ഗംഗയാണ്. 2500 കിലോമീറ്റർ ആണ്. അതിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലൂടെ തന്നെയാണ് ആ റിവർ ഒഴുകുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ബ്രഹ്മപുത്ര റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഒന്ന് ഇവിടെ പറയുന്നുണ്ട് തിസ്ത, അല്ലെ? ഒന്ന് തിസ്ത. അതേപോലെ ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ പറ്റും
ഇത് ഇവിടെ കാണാൻ പറ്റും. തിസ്ത, നമ്മൾ പറഞ്ഞ തിസ്ത, അതേപോലെ മാനസ്, സുബാൻസിരി. ഓക്കെ, ഇതൊക്കെ എന്താ? ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. തിസ്ത, മാനസ്, സുബാൻസിരി ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ 3 ഹിമാലയൻ റിവേഴ്സിനെയും നമ്മളിപ്പോൾ നോക്കി. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അതിന്റെ അവസാനം പിന്നെ 2 ബോക്സും കൂടി ഇവിടെ ബാക്കിയുണ്ട്. അതായത് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് എന്നാണ്. അത് അരുണാചൽ പ്രദേശ്, ആസാം, സിക്കിം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്സിലൂടെയാണ്. അതേപോലെ അതും ബേ ഓഫ് ബംഗാളിലേക്കാണ്, ബംഗാൾ ഉൾക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മെർജ് ചെയ്യുന്നത്, അവസാനം എത്തിച്ചേരുന്നത് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പോ എത്തിച്ചേരുന്ന പ്രദേശം വെച്ച് നമുക്ക് എന്ത് പറയാം? നമുക്ക് പിന്നെ ഒരു സിനിമയിലെ വാചകം പോലെ, സിനിമയും ഞാൻ പറയുന്നില്ല, സിനിമയിലെ വാചകവും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സിനിമയിലെ വാചകം പോലെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം പറയാം. അതായത് ഈ ഓരോ നദികളും ഏത് കടലിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഗംഗയും ബ്രഹ്മപുത്രയും ബേ ഓഫ് ബംഗാളിനുള്ളതാണെങ്കിൽ ഇൻഡസ് അത് അറബിക്കടലിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏത് സിനിമയാണ്, ഏത് ഡയലോഗാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി, അത്രയേ ഉള്ളൂ. അത് ഏതാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, ഗംഗയും ബ്രഹ്മപുത്രയും ബേ ഓഫ് ബംഗാളിനുള്ളതാണെങ്കിൽ ഇൻഡസ് അത് അറബിക്കടലിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ആ കാര്യങ്ങൾ മറന്നു പോവാതെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഓരോന്നിൻ്റെയും ട്രിബ്യൂട്ടറീസ് നമ്മൾ നോക്കി, ഓരോന്നിൻ്റെയും സ്ഥാനം നമ്മൾ കൃത്യമായിട്ട് നോക്കി. ഇൻഡസിന്റെ പൊസിഷൻ, അതേപോലെ ഗംഗയുടെ പൊസിഷൻ, അതേപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ പൊസിഷൻ, ബ്രഹ്മപുത്രയുടെ മറ്റു 2 പേരുകൾ, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ അലോങ് ദി പ്ലെയിൻസ്, അതേപോലെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻഡസും ബ്രഹ്മപുത്രയും അതേപോലെ ഗംഗയും മാത്രമല്ല, ഇവിടെ താഴ്ഭാഗത്തേക്കൊക്കെ ഒരുപാട് റിവേഴ്സിന്റെ പേര് കാണാം. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആ സമയത്ത് പെനിൻസുലാർ റിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള റിവേഴ്സിനെ നമ്മൾ അവിടെ പഠിക്കും. ആ സമയത്ത് മാത്രം നമുക്ക് ഇവിടേക്ക് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ അലോങ് ദി പ്ലെയിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ തൽക്കാലം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.